ടിന്റുമോളെ. എന്താ? എന്ത് വേണം? അച്ഛല്ലല്ലോ വീട്ടില്. എന്തിനാ വന്നേ? ഞാൻ ടിന്റുമോളെ കാണാൻ വന്നതാണ്. എന്റെ പഹ അജ്ജി ഇവിടെ ഉണ്ടോ? എന്തൊക്കെയുണ്ട് അലീഷേ? നിന്നിപ്പോ വൈക്കൊന്നും കാണില്ലല്ലോ, എന്ത് പറ്റി? അല്ല, എനിക്ക് തരാനുള്ള 1 ലക്ഷത്തിന്റെ കാര്യമൊക്കെ മറന്നോ? എടാ നീ ഒരു മാസം കൂടി അങ്ങോട്ട് കാക്ക്. അത് പറയാൻ തുടങ്ങിയിട്ട് 5-6 മാസമല്ലോ. ഒരു കാര്യം ചെയ്യ്, നിന്നെ ടിന്റുമോളെ എന്റെ വീട്ടിലേക്ക് പണിക്ക് പറഞ്ഞേക്ക്. ഒരു 6 മാസം പണിയെടുത്താ മതി, പിന്നെ പൈസയൊന്നും തരണ്ട. അതൊക്കെ മോളെ ഡുണ്ടു, എന്താ? നീ ഒരു 6 മാസത്തേക്ക് ഇവന്റെ കൂടെ പോ. എന്റെ ഭക്ഷണവും കൂൾ ഡ്രിങ്ക്സും എല്ലാം വാങ്ങിത്തരും. എന്നാ ശരി, ഞാൻ പോട്ടെ. ഭക്ഷണം മാത്രമല്ല, ടിന്റുമോക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ തരൂ. എനിക്കൊരു കോപ്പും വേണ്ട. അപ്പന്റെ പണോ? ഞാനല്ലല്ലോ കട വാങ്ങിയത്. പണം വാങ്ങി തന്തയാണെങ്കിലും ടിന്റുമോളിലൂടെ ഞാൻ മുതലാക്കും. ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ അടുത്ത് വന്നിരിക്കൂ. കാണാം, പോ. നാശം. എടാ ടിന്റുമോനെ, എന്താ അമ്മേ? നിനക്ക് ആ സഞ്ജുഷയെ ഇഷ്ടമാണോ? അവളൊരു കോടീശ്വരിയാ. നീ അവളെ കല്യാണം കഴിച്ചാ നീയും കോടീശ്വരനാവും. ഏതായാലും വീട്ടിൽ പോയി പെണ്ണ് കാണുന്നതിന് മുമ്പായി അമ്മ ഈ വിഷയം മാമനുമായി ഡിസ്കസ് ചെയ്യും. അതിനൊന്നും ആവശ്യമില്ലെന്നേ. നോക്കമ്മേ, അമ്മയ്ക്ക് അർഹതപ്പെട്ട സ്വത്ത് വരെ അടിച്ചു മാറ്റിയ പാർട്ടിയാ. എന്തിന്? നാളിതുവരെ എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായവുമായി ഈ മാമ വന്നിട്ടുണ്ടോ? നീ പറയുന്നതെല്ലാം ശരിയാ. പക്ഷെ ആങ്ങള് ഈയിടെയായി ഒരുപാട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച എന്നെ കണ്ടപ്പോ വളരെ സ്നേഹത്തോടെ എന്നോട് സംസാരിച്ചത്. ശരി, അമ്മയുടെ വിശ്വാസം അമ്മയെ രക്ഷിക്കട്ടെ. ടിന്റുമോനെ, ഹലോ. എനിക്ക് ചെലവരത് മുങ്ങി നടക്കാല്ലേ? എന്നെ എപ്പ കണ്ടാലും നീ ചെലവാണല്ലോ ബായി ചോദിക്കുന്നത്. കഴിഞ്ഞ തവണ നീ എന്നെ കണ്ടപ്പോ പുതിയ ഷർട്ട് വാങ്ങിച്ചു എന്നും പറഞ്ഞ് ചിക്കൻ ബിരിയാണി വാങ്ങിപ്പിച്ചു. അതിനു മുമ്പ് ഞാൻ പുതിയ മൊബൈൽ വാങ്ങിച്ചു എന്നും പറഞ്ഞ് നീ നിന്റെ മൊബൈലിലേക്ക് 500 രൂപ റീചാർജ് ചെയ്യിപ്പിച്ചു. അതിനു മുമ്പ് അയ്യോ മതി ടിന്റുമോനെ. സുന്ദരികളായ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ പല ചെലവും ചെയ്യും. അതൊക്കെ സാധാരണല്ലേ. ഞാൻ നിന്റെ കസിൻ അല്ലേ. ഇപ്പൊ എന്തിനാ എന്നോട് ചെലവ് വെച്ച്? റിയാലിറ്റി ഷോയുടെ ഫൈനലില് നീ ജയിച്ചില്ലെങ്കിലും ഫൈനൽ വരെ എത്തിയില്ലേ, അതിന്റെ ചെലവ് വേണം. അധികമൊന്നും വേണ്ട, ഒരു കുഞ്ഞു സ്മാർട്ട് ഫോൺ അത് മതി. ടിന്റുമോനായിട്ടുള്ള വിവാഹത്തിന് ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. മാക്സിമം ശരിയാവും. അങ്ങനെ സംഭവിച്ച ദിവസം ഞാൻ ചെലവഴിപ്പിക്കും. നോക്കുമോളെ, നമ്മളെല്ലാ കാര്യം അല്പം റിയലിസ്റ്റിക് ആയി കാണുന്നതാണ് അതിന്റെ ഒരു ഭംഗി. നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ കല്യാണം നടക്കൂല, അത് ഗ്യാരണ്ടിയാണ്. അതൊന്നല്ല, അച്ഛൻ ഈയിടെയായിട്ട് ഒരുപാട് മാറിയിട്ടുണ്ട്. എന്തായാലും അനാവശ്യമായി കുറെ സ്വപ്നം കണ്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ സ്വപ്നം കാണും. കണ്ടോ, സ്വപ്നം കാണാൻ പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ. നീ കണ്ടോ? പണം വരും പോകും, പ്രണയം വരും പോകും, ഉറക്കം വരും, പക്ഷേ പോകൂല. ദേ കിടന്നു ദാ ഉറങ്ങി, ദേ കിടന്നു ദാ ഉറങ്ങി. ലവ് ഈസ് നോട്ട് എ ഡീൽ ബട്ട് എ ഫീൽ. ലവ് ഈസ് നോട്ട് എ ഡീൽ ബട്ട് എ ഫീൽ. പണം വരും പോകും, പ്രണയം വരും പോകും, ഉറക്കം വരും, പക്ഷേ പോകൂല. ദേ കിടന്നു ദാ ഉറങ്ങി, ദേ കിടന്നു ദാ ഉറങ്ങി. ലവ് ഈസ് നോട്ട് എ ഡീൽ ബട്ട് എ ഫീൽ. ലവ് ഈസ് നോട്ട് എ ഡീൽ ബട്ട് എ ഫീൽ. പറ്റില്ല മോളെ, പറ്റത്തില്ല. വീട്ടിലെ പൊന്നെല്ലാം പണയത്തില്ല. പറ്റില്ല മോളെ, പറ്റത്തില്ല. അല്ലറ ചില്ലറ കീറിയ സാരി അഡ്ജസ്റ്റ് ചെയ്തോണം. എന്റെ ലൈഫ് നായകി, എന്റെ പ്രേമം കണ്ടപ്പോകെ. എന്റെ ലൈഫ് നായകി, എന്റെ പ്രേമം കണ്ടപ്പോകെ. Love is not a
a deal but a feel. ഓ പിന്നെ Love is not a deal but a feel. അല്ലടാ. പണം വരും പോകും, പ്രണയം വരും പോകും, ഉറക്കം വരും പക്ഷേ പോകൂല പോകൂല. ദേ കിടന്നു ദാ ഉറങ്ങി, ദേ കിടന്നു ദാ ഉറങ്ങി. Love is not a deal but a feel. ശോ. ചേട്ടനെന്നെ കൊട്ടാരത്തിൽ വാഴ്ത്തില്ലേ? പറ്റില്ല മോളെ പറ്റത്തില്ല, പുക തട്ടിനിറങ്ങട്ട വീട്ടിൽ പാത്തോണം. ചേട്ടനെന്നെ പാരീസൊക്കെ കാണിക്കില്ലേ? പറ്റില്ല മോളെ പറ്റത്തില്ല, പണി കിട്ടി. ബാബുട്ടന്റെ പാരീസ് ഹോട്ടൽ കാണിച്ചു തരാം. ശോ. എന്റെ ലൈഫ് നായ്നക്കി, എന്റെ പ്രേമം കട്ടപ്പുകയായി. എന്റെ ലൈഫ് നായ്നക്കി, എന്റെ പ്രേമം കട്ടപ്പുകയായി. Love is not a deal but a feel. ഓ പിന്നെ Love is not a deal but a feel. ഉം. പണം വരും പോകും, പ്രണയം വരും പോകും, ഉറക്കം വരും പക്ഷേ പോകൂല പോകൂല. ദേ കിടന്നു ദാ ഉറങ്ങി, ദേ കിടന്നു ദാ ഉറങ്ങി. Love is not a deal but a feel. താഴ്വരമണി തരി ലാവണ്യ പൂശയിൽ ചമഞ്ഞു വിമലാകയായി കളകള സംഗീത